ശ്രീ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് വളരെ ലെങ്തി ആയതുകൊണ്ട് അതിലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതിൽ ചിന്തിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് അതിനകത്ത് രണ്ട് കൈയും ഉയർത്തി അദ്ദേഹം പണ്ട് നിയമസഭയെ പറഞ്ഞതുപോലെ പറഞ്ഞു, ഞാൻ പണ്ട് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഈ രണ്ട് കൈകളും ശുദ്ധമാണ്, അത് ഇത് ശുദ്ധമായിരുന്നു, ഇനിയും ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അത് നമ്മളെ ബോധ്യപ്പെടുത്തുകൊണ്ട് കാര്യമില്ല. ഇത് ചിലപ്പോൾ അണികളെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു ജിമ്മിക്ക് എന്നുള്ള നിലയ്ക്ക് ഇത് മതിയായിരിക്കും. പക്ഷേ അത് ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനം ഉണ്ടല്ലോ, ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആകെപ്പാടെ ഒരു വെപ്രാളം അതിലുണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്തിയതിൻ്റെ തലേ ദിവസം, അതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇന്നാണ് ഈ വാർത്താ സമ്മേളനം ഉണ്ടായത്. അതായത് ഇന്നലെ ബിനോയ് വിശ്വം ഇതിനടുത്ത് മാധ്യമങ്ങൾ ഒരു കാര്യം ചോദിച്ചു. ഇതിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ ഇടതുപക്ഷ മുന്നണി ഇതിനകത്ത് അഭിപ്രായം എന്താണ്, ഈ ഇടപാടിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അത് CPIക്ക് അതിനകത്തുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇടതുപക്ഷ മുന്നണി, അത് മുന്നണിയുടെ ഒരു വിഷയമല്ല, ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചപ്പോൾ അന്നും പറഞ്ഞു രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ. പിന്നെ പറഞ്ഞു അത് CPIക്ക് അവസാനം ഒന്നുകൂടെ പറഞ്ഞു വീണ്ടും രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു CPIക്ക് ഇതിനകത്ത് യാതൊരു കാര്യമില്ല, CPI ഇതിനകത്ത് അഭിപ്രായം പറയാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ന് ഉള്ള വാർത്താ സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നണിയാണ് ഇവർ, ഒരു കാരണവശാലും ആ രീതിയിൽ ആരും പറയാറില്ല. പറഞ്ഞു CPIക്ക് ഇതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഉപനേതാവിൻ്റെ സ്ഥാനം കൊടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് തീരുമാനമൊന്നുമായിട്ട് അതൊന്നും ഇതുവരെ ആളിനെ ഒന്നും ആക്കിയിട്ടില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു അത് എഴുതി കൊടുക്കേണ്ടത് ഞാനാണ്, ഞാൻ എഴുതി കൊടുക്കും ആര് ആവണമെന്ന്, എന്നിട്ട് ആ അപ്പോയിൻമെൻറ്റ് നടക്കും. അങ്ങനെയാണ് ഈ അപ്പോയിൻമെൻറ്റ് ഉപനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അപ്പോയിൻമെൻറ്റ് നടക്കണമെങ്കിൽ ശരിയാണ്, പ്രതിപക്ഷ നേതാവ് സജസ്റ്റ് ചെയ്യുന്ന ആളിനെയാണ് വെക്കുന്നത്. എന്നിട്ട് പറഞ്ഞു അത് CPI ആളായിരിക്കുമോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും അത് CPM തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ ബിനോയ് വിശ്വം ഇദ്ദേഹത്തിൻ്റെ മകളുടെ പ്രശ്നത്തിൽ ഇതുപോലെ വിട്ടു പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പെട്ടെന്ന് ഉള്ള അത് തീരുമാനിച്ചുറച്ച് വന്നതായിരിക്കും. അത് ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഈ കണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ ഇങ്ങനെയുള്ള കാര്യത്തിന് നിൽക്കാൻ വയ്യെങ്കിൽ CPIക്ക് ഇതിങ്ങനെയുള്ള സാധനമൊന്നുമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ CPI അത് കുറച്ച് കടുത്ത നടപടി അതിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനൊരു പരസ്യ പ്രഖ്യാപനം പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞത് അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം നിർബന്ധമായിട്ടും ഇത് കിട്ടിയേ പറ്റൂ എന്ന് CPI ശാഠ്യം പിടിച്ചിരുന്നതാണ്. അതിന് കുറ്റവും പറയാൻ ഒക്കത്തില്ല. കാരണം അവർ ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ്, വലിയ കക്ഷിയാണ്. അപ്പോൾ CPMനാകെ 26 സീറ്റേ ഉള്ളൂ, 26 ഓർമ്മ. ഇവർക്ക് CPIക്ക് 8 സീറ്റുണ്ട്. അത് മോശമൊന്നുമല്ല, അവർ അത്രയും ഉണ്ടല്ലോ. ആ അനുപാതികമായിട്ടുള്ള കാര്യം നോക്കിയാലും എടുത്തങ്ങ് വെളിയിൽ കളയാനുള്ള അതായത് ഇതുപോലെ അടച്ച് അങ്ങ് ആക്ഷേപിക്കാവുന്ന വിധത്തിലുള്ള ഒരു പ്രസ്ഥാനമല്ല, ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമല്ല CPI എന്ന് ആയിട്ട് ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഏതായാലും അത് നടന്നു കഴിഞ്ഞു. ഇനി ഇതല്ല ഞാൻ പറയാൻ വന്നത്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നമുക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ EDയുടെ പത്രക്കുറിപ്പുണ്ടല്ലോ, അസാധാരണമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണ്. അങ്ങനെ ഒരു വിചിത്ര നടപടി എന്നാണ് പറഞ്ഞത്. വിചിത്ര നടപടി, ഇത് വിചിത്ര നടപടിയൊന്നുമല്ല. അത് EDക്ക് ഇങ്ങനെ പത്രക്കുറിപ്പ് ED ഇറക്കാറുണ്ട്, പലപ്പോഴും ചെയ്യാറുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ വെളിവാക്കാറുണ്ട്. ഈ വെളിവാക്കുന്നതിന് കുറച്ചുകൂടെ കാര്യമുണ്ട്. കാരണം
ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം അണികൾ ആണ് കഴിഞ്ഞ തവണ ED ആക്രമിക്കുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരെ കാറ് തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തു ഉണ്ടായി. അപ്പോൾ അത് ഒരു കാര്യമില്ലാതല്ല. അതായത് ഈ ഒരു അന്വേഷണം വെറുതെ അല്ല, ഒരു പ്രഹസനമല്ല എന്നുള്ളത് അവർക്ക് ജനങ്ങളെ ഈ അണികളെ ഒന്ന് അറിയിക്കുകയും വേണം. അത് ഒരു ഉദ്ദേശമാണ് അവർക്ക്. അല്ലാതെ ചുമ്മാ നടത്തിയിട്ട് അവിടെ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയി വെറുതെ ഓരോ ആളുകളുടെ വീട്ടിൽ റെഡി ചെയ്താൽ അതിന് റീസൺ ഉണ്ട്. കാരണം കൈപ്പടയിൽ ഡയറിയിൽ എഴുതി വെക്കുകയാണ്. അത് ഈ ഡയറി ഇങ്ങനെ വീട്ടിൽ വെക്കണമെങ്കിൽ അതിന് ഞാൻ പറഞ്ഞില്ലേ ഓവർ കോൺഫിഡൻസ് ആണ് ഒന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിയില്ല, തലയ്ക്കകത്ത് എന്തെങ്കിലും വേണമല്ലോ, അതില്ല. ഉള്ളവരിങ്ങനെ എഴുതിയ ഒരു സാധനം വെക്കത്തില്ല. ഞാൻ ഇത്ര രൂപ മോഷിച്ചു, അത് ഇന്നടത്തുനിന്ന് മോഷിച്ചു എന്ന് എഴുതി നമ്മൾ വീട്ടിൽ വെക്കാറുണ്ടോ? കള്ളന്മാർ സാധാരണ ചെയ്യാറില്ല. കാരണം അത് പരിചയക്കുറവുണ്ട്, അതാണ് പ്രശ്നം. ഏതായാലും അങ്ങനെയും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ അവിടെ ആരും കയറി അന്വേഷിക്കത്തില്ല, നോക്കത്തില്ല. പിന്നെ അല്ലെങ്കിൽ ഒരു ഡയറി, ഈ ഡയറിക്കകത്തുള്ള എന്തിനാ എഴുതി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇത് ഓർത്തു വെക്കാൻ പറ്റാത്ത കാര്യമാണോ ഇതൊക്കെ? ചിലപ്പോൾ ആയിരിക്കും, മെമ്മറി അത്രേ കാണുള്ളൂ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ശരി, ഇത് അങ്ങനെ ഒരു പ്രശ്നമായി. എന്നിട്ട് അതിനെക്കുറിച്ച് ഇന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഈ ഡയറി, ഇങ്ങനെ ഒരു ഡയറി ഇല്ലെന്നോ ഒന്നും ഒരാക്ഷേപവും അദ്ദേഹത്തിനില്ല. ആ ഡയറിക്കകത്ത് ഇങ്ങനെ എഴുതിയിട്ടില്ലെന്നോ ഡയറി ഇല്ലെന്നോ ഉള്ള ഡയറി അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നോ ഉള്ളതൊന്നും ഒരാക്ഷേപവും ഇല്ല, അത് ഡിനൈ ചെയ്തുമില്ല. പിന്നെ പറഞ്ഞേ, എല്ലാവർക്കും അറിയാമല്ലോ ഇത് അത്രത്തോളം വലിയൊരു തുകയല്ലല്ലോ ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ 2.70 കോടി രൂപ ഇത് തെറ്റായ രീതിയിൽ വാങ്ങി. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ തുകയായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ള രീതിയിൽ എനിക്കറിഞ്ഞൂടാ, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ 1 കോടി രൂപ ഇന്ന് വരെ എനിക്ക് ഒന്നിച്ച് കാണാൻ പറ്റിയിട്ടില്ല. സത്യം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. 1 കോടി രൂപ ഒന്നിച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മോശമില്ലാത്ത വരുമാനം ഇപ്പം ഉണ്ടായിരുന്ന ആളാണ് പണ്ട്, അതായത് വക്കീലായിരുന്ന സമയത്ത്, അതുപോലെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നപ്പോഴും ആ ശമ്പളം ഉള്ളതെന്നുണ്ടെങ്കിൽ പോലും എനിക്കും ഈ കോടികൾ ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് ഈ 1 കോടി രൂപ, ഞാൻ പറഞ്ഞില്ലേ 1 കോടി രൂപ എനിക്ക് ഒന്നിച്ച് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 1 കോടി എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു തുകയാണ്. ഇവിടെ 85 ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഫോറിൻ കറൻസി, അതായത് UAE ദറം. ആ ദറം എന്ന് പറയുന്നത് 13.49 ലക്ഷം ദറമാണ്. ആ ദറം കൈകാര്യം ചെയ്തു. അത് വഴിവിട്ട ഇടപാടാണ് എന്നുള്ളതാണ് ഈ EDയുടെ പത്രക്കുറിപ്പിലുള്ളത്. പിന്നെ അത് കൂടാതെ വരുമാനത്തിൽ കവിഞ്ഞ, അവരുടെയൊക്കെ അറിയാവുന്ന വരുമാനത്തിലെല്ലാം കവിഞ്ഞ വലിയ തുക ചിലവാക്കിയിട്ടുണ്ടെന്ന് ഏതാണ്ട് ഒരു 20 കോടി രൂപയുടെ കണക്ക് പറയുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതായിട്ട്. ഈ 20 കോടി രൂപ പോയെന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ടതൊരു അത്ര വലിയ തുകയൊന്നും അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണമെങ്കിൽ ഇവിടെ അംബാനിക്കോ അദാനിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഈ നമ്മുടെ കേരളത്തിലെ വ്യവസായി ശ്രീ യൂസുഫ് അലിക്കോ അതുപോലുള്ള രവി പിള്ളയ്ക്കോ ഇവർക്കൊക്കെ പറയാൻ പറ്റിയേക്കും. കാര്യം അവരൊക്കെ ഇതുപോലെ 100 കണക്കിന് 1000 കോടി രൂപയുടെ ബിസിനസ്സുള്ള ആളുകളല്ലേ, അവർക്ക് പറയാൻ പറ്റും. ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ പറയാൻ ഉള്ള കെൽപ്പുണ്ടാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും 100 കോടി രൂപ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾക്കല്ലാതെ ഇങ്ങനെ പറയാൻ തോന്നുന്നില്ല. ഒരു 20 കോടി രൂപ എന്നൊക്കെ പറയുന്നത് അത്ര വലിയ തുകയല്ലല്ലോ എന്ന് പറയണമെങ്കിൽ അങ്ങനെ വലിയൊരു ചെറിയ തുകയായിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയ തുക, അതായത് ഒരു 100 കോടി രൂപ കൈകാര്യം ചെയ്യാത്ത ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കത് അറിഞ്ഞൂടാ എന്താണെന്ന്. അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അത് കേട്ട് ഞാൻ അന്തം വിട്ടുപോയി കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ, എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തുകയാണ്, വലിയൊരു തുകയാണ്. അത് പിടിക്കപ്പെട്ടാൽ വളരെ വലിയ പ്രശ്നവുമാണ്. ഇപ്പം ആ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. അതുകൂടെ പറയണമെന്ന് വിചാരിച്ചിരുന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് അവിടെ നടന്നു. അതിനെക്കുറിച്ച് പറയണം. അതിന് എന്തെങ്കിലും പറഞ്ഞാൽ ഒക്കുമോ? എന്തെങ്കിലും അങ്ങ് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ലേക്കർ ഇന്ത്യ എന്ന് കോർപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് അത് വിട്ടോ എന്നാ ചോദിക്കുന്നത്.
അപ്പം മറ്റേത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്നോ ഇല്ലെന്നുള്ളതോ അല്ല പറയുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിൽ ഈ റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പോയി തുക വീണ വിജയൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് ആ ഡയറിയിൽ ഉണ്ടെന്നോ ആ രീതിയിലുള്ള വാർത്ത വന്നിരുന്നു. ആ വാർത്ത ഞാൻ കണ്ടത് യഥാർത്ഥത്തിൽ മനോരമ പത്രത്തിലാണ്. അപ്പോൾ അവരൊക്കെ എതിരെ ഇന്ന് ഒരുപാട് പറഞ്ഞു, മനോരമയ്ക്ക് അങ്ങനെ ഈ വിവരം കിട്ടി എന്നൊക്കെ ചോദിച്ചു. ചിലപ്പോൾ അത് കാണത്തില്ലായിരിക്കും, അവർക്ക് മനോരമയ്ക്ക് കിട്ടിയ സോഴ്സ് വേറെ ആയിരിക്കും, അവർക്ക് ആ സോഴ്സിൽ നിന്നായിരിക്കും അത് കണ്ട വിവരേ ഉള്ളൂ നമുക്കൊക്കെ, അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അത് ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ തന്നെയും അത് റിയാസിൻ്റെ അക്കൗണ്ടിൽ പോയിട്ടില്ലെങ്കിൽ പോലും ആ ഡയറിയിൽ പേര് പറഞ്ഞേക്കുന്ന ആളുകളുടെ വീട്ടിലൊക്കെയാണ് റെയ്ഡ് നടന്നേക്കുന്നത് കോഴിക്കോട്. അത് ഉറപ്പാണ്. കാരണം അത് തീർത്തു പറയുന്നു, അവരുടെ പത്രക്കുറിപ്പിലും ആ വിവരം ഉള്ളതാണ്. അതുകൊണ്ട് ഇതത്ര ഒരു ചെറിയ കാര്യമല്ല. ഇതിൽ ഉൾപ്പെട്ടേക്കുന്ന തുക അത്ര ചെറിയ തുകയല്ല, അത് നിസ്സാര തുകയല്ലേ എന്നുള്ള രീതിയിൽ ഒക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതെന്ന് ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള വരികളൊന്ന് വായിച്ചെടുക്കേണ്ടതാണ്. വലിയൊരു പണക്കാരനെ അത് പറയാൻ പറ്റുള്ളൂ, സാധാരണ ഒരാൾക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം അങ്ങനെ വലിയ പണക്കാരനാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇതൊരിക്കലും പറയാൻ പാടുള്ള കാര്യവുമല്ല.